നമസ്കാരം. മലയാള സിനിമയിലായാലും അന്യഭാഷാ ചിത്രങ്ങളിലായാലും ഓൺലൈൻ ഇൻ്റർവ്യൂകളായാലും ഒരു വൈറൽ സ്വഭാവത്തോടെ തനത് വൈറൽ സ്വഭാവത്തോടെ ഒരു തനത് സൗന്ദര്യത്തോടുള്ള ആളാണ് ഷൈൻ ടോം ചാക്കോ. അദ്ദേഹത്തിൻ്റെ പുതിയ ചിത്രത്തിൻ്റെ പേരും അങ്ങനെ തന്നെയാണ്, വിവേകാനന്ദൻ വൈറലാണ്. സ്വാഭാവികമായിട്ട് ഈ രണ്ട് വൈറൽ സ്വഭാവങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിസ്മയകരമായ അനുഭവമായിരിക്കും പുതിയ ചിത്രം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും രണ്ടുപേരും ഇപ്പോൾ എത്തിയിട്ടുള്ളത് 5 നായികമാരാണുള്ളത്. അപ്പം 5 നായികമാരെ പ്രതിനിധീകരിച്ച് ഗ്രേസ് ആൻ്റണിയാണ് എത്തിയിരിക്കുന്നത്. രണ്ടുപേർക്കും സ്വാഗതം. താങ്ക് യു. എന്തായാലും കമൽ സാറിൻ്റെ ഗുരുവിൻ്റെ ചിത്രത്തിലെ 100ാമത് ചിത്രം, അതൊരു മൈൽ സ്റ്റോണാണ് ശരിക്കും പറഞ്ഞാൽ. പ്രത്യേകിച്ച് കമൽ സാർ എന്ന് പറയുമ്പോഴത്തേക്കും വളരെ പ്രഗത്ഭനായ സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ കീഴിൽ കളരിയിൽ പഠിച്ച ആൾക്ക് തൻ്റെ ഒരു നാഴികക്കല്ലായ ചിത്രത്തിലോട്ട് എത്തിച്ചേരാൻ പറ്റുന്നു. സ്വാഭാവികമായിട്ടും എല്ലാ ഇൻ്റർവ്യൂകളും പറഞ്ഞൊരു കാര്യമാണെങ്കിൽ കൂടിയും അതൊരു പ്രധാന നേട്ടമാണ്, അല്ലെങ്കിൽ ഒരു സ്വപ്ന സാഫല്യം എന്നൊക്കെ പറയാൻ സാധിക്കും. എങ്ങനെയാണ് ആ ഒരു വഴിത്തിരിവ്, അല്ലെങ്കിൽ ആ ഒരു താൻ 100 ചിത്രങ്ങൾ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. 100 സിനിമയിൽ അഭിനയിക്കുക, 200 സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതല്ല ഒരു ആക്ടറിന് ഉണ്ടാകുന്ന ആഗ്രഹം. സിനിമയിൽ അഭിനയിക്കാൻ അവസരം കിട്ടുക, സിനിമയിലെ ക്യാരക്ടേഴ്സ് കിട്ടുക എന്നുള്ളതാണ്. അത് 100 അങ്ങനെ ഒരു കണക്കും അല്ലെങ്കിൽ പ്രത്യേക ക്യാരക്ടേഴ്സൊന്നുമില്ല. അതുകൊണ്ട് തന്നെ 100 ആയാലും ഇത് 10,000 ആണെങ്കിലും 1,00,000 ആണെങ്കിലും നമ്മൾ അടുത്ത പടത്തിനും അടുത്ത കഥാപാത്രത്തിനും വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത്. നമ്മൾ 100 പടം, ഇപ്പം ചേട്ടനൊരു 100 കോടി കിട്ടി സംതൃപ്തനാവുമോ? 100 രൂപ കിട്ടിയ സംതൃപ്തനാവും. ചിലപ്പോൾ ചില 100 രൂപ, ചില ആൾ തരുന്ന 100 രൂപ നമ്മളെ കൂടുതൽ സംതൃപ്തരാകും. ചില കഥാപാത്രങ്ങൾ പക്ഷെ അതുകൊണ്ട് നിർത്തൂലല്ലോ പരിപാടി. നിർത്തുമോ? 100 രൂപ കിട്ടി എനിക്ക് ജീവിതം മതിയാക്കുമോ? ഇല്ല. അതേപോലെ തന്നെയാണ് നമുക്ക് എത്ര കിട്ടുന്നുവോ പിന്നെ അടുത്തത് എത്ര കിട്ടും, അല്ലെങ്കിൽ അടുത്തതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കുന്നത്. അതുകൊണ്ട് അത് ഒരു നാഴികക്കല്ലല്ല ഒരാളുടെ ജീവിതത്തിൽ. എണ്ണം എന്തിനെ കുറിച്ചാണെങ്കിലോ എണ്ണം. പിന്നെ കമൽസാറിൻ്റെ പടം ആയതുകൊണ്ട് അതിൽ നമ്മൾ നോക്കുമ്പോൾ ഇങ്ങനെ കറക്റ്റായി ഇങ്ങനെ വന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ സിനിമ 100 സിനിമ ചെയ്യുന്ന കാര്യങ്ങളല്ല. ഇവിടെ 1000 500 പടം ചെയ്ത ആളുകൾ ഉണ്ട്. അത് എണ്ണം കൂട്ടി അത് അങ്ങനൊരു സംതൃപ്തി കിട്ടുന്നില്ല ആർക്കും. എണ്ണം കൂടുതലായതുകൊണ്ട് നമുക്ക് വീണ്ടും പടങ്ങൾ കിട്ടുന്നൊരു അവസരം ഉണ്ടാവും. അതാണ് നമ്മൾ കൂടുതൽ. പക്ഷേ കാതലുള്ള വേഷങ്ങൾ ഈയിടയ്ക്ക് കൂടുതൽ കിട്ടുന്നുണ്ട്. അതും സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നടന്നുള്ള നിലയിൽ ഇപ്പം അവസാനം അന്യഭാഷാ ചിത്രങ്ങളിലാണെങ്കിൽ പോലും പിന്നെ ജിഗർ തണ്ടയിലാണെങ്കിൽ പോലും നല്ലൊരു സിഗ്നേച്ചറുള്ളൊരു കഥാപാത്രം കിട്ടി. പുതിയ അവസാനം ഇറങ്ങിയ പല പടങ്ങളും ശ്രദ്ധിക്കപ്പെട്ടതായിരുന്നു. നടന്നുള്ള രീതിയിൽ പൊതുവേ സംതൃപ്തിയുള്ളൊരു കാലഘട്ടമല്ലേ കടന്നു പോകുന്നത്? വിചാരിച്ച രീതിയിലൊക്കെ ഇതിനൊന്നും നമുക്ക് പൂർണ്ണമായ സംതൃപ്തി കിട്ടില്ല എന്നുള്ളത് മനസ്സിലായി നമുക്ക് ഈ കാലഘട്ടത്തിൽ നിന്ന്. കാരണം നമ്മളൊരു ക്യാരക്ടർ ചെയ്തത് നിങ്ങൾ അത് കണ്ട് അത് ഇഷ്ടപ്പെടുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് ആ ക്യാരക്ടറിൻ്റെ എക്സൈറ്റ്മെൻറ്റ് കഴിഞ്ഞു. കാരണം നമ്മളത് ചെയ്യുന്ന സമയത്താണ് ചെയ്ത് അത് എൻ്റെ സമീപകാലങ്ങളിലാണുള്ളൂ. പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് കേൾക്കണതിൻ്റെ എക്സൈറ്റ്മെൻറ്റേ ഉള്ളൂ. അതുവഴി നമുക്ക് അടുത്ത കഥാപാത്രങ്ങൾ കിട്ടുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റാണ്. ആ കഥാപാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സെയിം സമയത്ത് തന്നെ നമ്മൾക്ക് ഇത് പോയത് ഇങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ഏതാണ്ട് ഉറപ്പായി കഴിയുന്നു. പ്രത്യേകിച്ച് റിലീസാവണ സമയമാകുമ്പോഴേക്കൊക്കെ നമുക്ക് ഈ ക്യാരക്ടർ എന്താണ് കാട്ടിക്കൂട്ടിയിട്ടുള്ളത് എന്നുള്ളൊരവസ്ഥയായിരിക്കും. അതിൻ്റെ വേറൊരു ഡയമെൻഷൻ നമ്മുടെ മനസ്സിലോട്ട് വരും. ചെയ്ത് കഴിഞ്ഞാലാണല്ലോ അടുത്ത് അതിന് തിരുത്തി വരയ്ക്കാൻ പറ്റുള്ളൂ. അതൊരു വര ഉണ്ടാവണമല്ലോ. എന്തായാലും 5 നായികമാരിൽ ഒരാൾ. ഇപ്പം ഏറ്റവും 5 നായികമാർ, 5 ക്യാരക്ടേഴ്സ്. നായിക എന്ന് പറയണ്ട, നായകനില്ല കഥയിൽ കഥാപാത്രങ്ങളാണ്. നായകനും സിനിമ വ്യവസായത്തിലല്ലേ. അതെ. ഇങ്ങനെ ഉണ്ടായിരുന്നു. ആദ്യമായിട്ടാണല്ലോ ചിത്രത്തിൽ ഷൈൻ ടോം ചാക്കോ ഇപ്പം ഒരു സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യുന്നത്. ധാരാളം ലേഹ്യം കഴിക്കുന്നതൊക്കെ കാണുന്നുണ്ട്. എന്തായിരുന്നു ഈ ക്യാരക്ടറുമായിട്ടുള്ളൊരു കോമ്പിനേഷൻ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമയിലും ഷൂട്ടിംഗ് സ്ഥലങ്ങളിലൊക്കെ തന്നെ? ഷൈൻ ടോം ഞാൻ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. ഇതിൽ ആക്ച്വലി ഈ പറഞ്ഞ പോലെ കഥാപാത്രങ്ങൾ ഈ വിവേകാനന്ദൻ എന്ന് പറയുന്ന അതായത് ഞാൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീ കഥാപാത്രങ്ങളും വിവേകാനന്ദൻ എന്ന് പറയുന്ന വിവേകാനന്ദൻ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രതിനിധിയാണ് ഈ സിനിമയിൽ. അദ്ദേഹത്തിൻ്റെ ലൈഫിലൂടെ കടന്നു പോകുന്ന ഈ സ്ത്രീ കഥാപാത്രങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറിനെ ഞാൻ പറയത്തുള്ളൂ. നായിക എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നില്ല. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ വിവേകാനന്ദൻ പ്ലേ ചെയ്യുന്നത് ഇപ്പോഴത്തെ സൊസൈറ്റിയിലെ ഒരു പുരുഷൻ്റെ ഒരു പ്രതിനിധിയാണ്. ഞങ്ങൾ പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ ഇപ്പോൾ സമൂഹത്തിലുള്ള സ്ത്രീകൾ നേരിടുന്ന പല പ്രശ്നങ്ങളും ഫേസ് ചെയ്യുന്ന സ്ത്രീ കഥാപാത്രങ്ങളായിട്ടാണ് ഞങ്ങൾ. ഇത് പഴയ കാലത്ത് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളായിരുന്നു, പക്ഷേ അത് തുറന്നു പറയാറില്ല. ഇപ്പോഴത്തെ പുതിയ പല ക്യാരക്ടറുകളും തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിലുള്ളൊരു കഥാപാത്രമായിട്ടാണ് പ്ലേ ചെയ്യുന്നത്. അതിനുള്ള ധൈര്യമുണ്ട് ഇവർക്കിപ്പോൾ.
കമൽ സാർ ഉൾപ്പെടെയുള്ള പല പഴയകാല അല്ലെങ്കിൽ 90കളിലെ പ്രഗത്ഭ സംവിധായകരും ഇപ്പം രഞ്ജിത്ത്, സിബി മലയിൽ സാറ്, പിന്നെ പ്രിയദർശൻ ഉൾപ്പെടെയുള്ളവരും പുതിയ കാലത്തേക്ക് ഒരു പകപ്പോടുകൂടിയാണ് സംവിധാനം. കാരണം പുതിയ കാലത്തിൻ്റെ ടേസ്റ്റ് ഞങ്ങൾക്ക് അറിയാമോ എന്നൊരു ഭയത്തോടു കൂടിയാണെന്നൊരു അല്പം ഇടവേളകൾ പലരും എടുക്കുന്നുണ്ട്. അപ്പം കമൽ സാറ് പുതിയ കാലത്തിൻ്റെ ട്രെൻഡിലോട്ട് ഈ സിനിമയിലോട്ട് പൂർണ്ണമായും മാറിയെന്ന് നമുക്ക് ഈ സിനിമയുടെ പേരിൽ കമൽ സാറിൻ്റെ പഴയ സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായൊരു പേരാണ് ഇപ്പോൾ ഈ സിനിമയിൽ സ്വീകരിച്ചിരിക്കുന്നത്. പഴയ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഉള്ളടക്കമായെങ്കിലും പിന്നെ പൂക്കാലം വരവായി, തൂവൽ സ്പർശം, അല്ലെങ്കിൽ പിന്നെ മമ്മൂക്കായിട്ടുള്ള വളരെ ഹിറ്റായിട്ടുള്ള സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വേറൊരു ടോണിലേക്കാണോ ഈ സിനിമ സഞ്ചരിക്കുന്നത് പ്രധാനമായിട്ട്? അത് ഈ പുതിയ കാലത്തിന് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുമോ അല്ലെങ്കിൽ ആൾക്കാരുടെ സാധനമായിട്ട് മാച്ചായി പോകുമോ എന്നുള്ളത് സാറിനെ മാത്രമല്ല, നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ അമ്മമാർ പറയുമ്പോൾ ഇവരെന്താ ഈ പഴയ കൺസെപ്റ്റ് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണേ എന്നുള്ള തോന്നൽ നമുക്ക് പലപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിപ്പോൾ എനിക്കും ഉണ്ട്. ചെറിയ കുട്ടികളായിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയി, ഇവരും നമ്മൾ പറഞ്ഞാൽ കേൾക്കണില്ലല്ലോ, മനസ്സിലായി. അവർ വേറെ എന്തൊക്കെ കാര്യം പറയണം, നമ്മൾ വേറെ എന്തൊക്കെ കാര്യം പറയണം പെങ്ങളുടെ കുട്ടികളായിട്ട് സംസാരിക്കുമ്പോഴേ. അപ്പോൾ അതെപ്പോഴും ആ ഗ്യാപ്പും ആ തോന്നലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാം. പക്ഷേ സാറ് കുറച്ചും കൂടി ഈസി ആയിട്ട് അതിലേക്ക് അഡാപ്റ്റ് ആയിട്ട്, കാരണം ഒരു ഇൻ്റർവ്യൂവിൽ സാറ് പറയും അതാണ് ഇപ്പം അതിൻ്റെ ഒരു വൈബ് എന്ന്. വൈബ് എന്നുള്ള വാക്ക് പുതിയൊരു സംഭവമാണ്. അതങ്ങനെ പഴയ ആളുകൾ യൂസ് ചെയ്ത് ഞാൻ കേട്ടിട്ടില്ല അധികം. ഇപ്പോൾ ഡാഡി അല്ലെങ്കിൽ എൻ്റെ ഡാഡി മമ്മിയുടെയൊക്കെ ഏകദേശം പ്രായം ആ കാലഘട്ടമാണ് സാറ്. ഡാഡി വൈബെന്ന് ഞാൻ പറയാൻ കേട്ടിട്ടില്ല. വൈബ് എന്നുള്ള വാക്ക് ഇതൊന്നും വരെ സാറ് ഡാഡി കേട്ടിട്ടുണ്ടാവും, പക്ഷേ സംസാരത്തിൽ വരില്ല അവരുടെ. പഴയകാല ബന്ധമുള്ളതുകൊണ്ട് സാറേ ഇങ്ങനെയാണ് പുതിയ കാലം ചിന്തിക്കുന്നത്, നമുക്ക് ഇങ്ങനെ ചിന്തിച്ചൂടെ എന്നൊക്കെ ഈ സിനിമയിൽ പറയുകയൊക്കെ ചെയ്തു. അങ്ങനെയല്ല, നമ്മളൊരു ഡയറക്ടർ പടം ചെയ്യാൻ പോകുമ്പോൾ അയാളെ നമ്മുടെ പോലെ ആക്കില്ല ഒരിക്കലും, അയാളുടെ പോലെ നമ്മളാവുള്ളൂ. അങ്ങനെ ആയാലും നമുക്ക് വ്യത്യസ്തങ്ങളായ സിനിമകളും വ്യത്യസ്തമായ കഥാപാത്രങ്ങളും ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ നമ്മളെ ആരുടെ പടത്തിൽ അഭിനയിച്ചാലും ഒരേ നമ്മളായിട്ട് തന്നെ ഇരിക്കും. ഞാൻ കുറച്ച് മുമ്പ് ഇവിടെ ഇരുന്നപ്പം ഒരു ഇൻ്റർവ്യൂവിനകത്ത് ഇപ്പം ഷൈൻ ടോം ജോക്കയും നിങ്ങളുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂവിൽ നമ്മുടെ പെട്ടെന്ന് പത്മനാഭ സാറിൻ്റെ സിനിമ പോലെയൊക്കെ ഒരു മാറ്റം, അതായത് മാനാകാനും പറവയാകാനും ചിത്രശലഭമാകാനും ഒക്കെ നിമിഷങ്ങൾ പോലെ ഒരു നിമിഷം കൊണ്ട് താഴത്തിറങ്ങി പെട്ടെന്ന് പുലിയാകുന്നു, കരടിയാകുന്നു, വീണ്ടും കസേരയിൽ കയറിയിരിക്കുന്നു. വല്ലാത്തൊരു എനർജി നമ്മുടെ ഡെയിലി ലൈഫിൽ വിനിയോഗിക്കുന്ന ഒരാളായിട്ട്. ഇതിലും കൂടുതൽ എനർജി ഇല്ലേ? രാവിലെ വീട്ടിൽ നിന്ന് എഴുന്നേക്കുന്ന ഒരമ്മ രാവിലെ സ്വയം എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി ഭക്ഷണം പാകം ചെയ്യുന്നു. ഇന്നലെ ഭർത്താവിൻ്റെ അടുത്തേ ചേട്ടാ എഴുന്നേക്കും മക്കളെ അപ്പോൾ അവിടെ നിന്നേ എന്നാ അലക്കി വെച്ചേ. അപ്പോൾ തന്നെ സ്കൂളിൽ റെഡിയായിട്ട് പോയിട്ട് ഇവരൊക്കെ റെഡിയാക്കി വിടുന്നു. സ്കൂളിൽ ബസ്സിൽ കയറുന്നു. ബസ്സിൽ കയറിയിട്ട് അവരോട് സംസാരിക്കുന്നു. പ്രിൻസിപ്പാളിനെ കാണുന്നു. ടീച്ചറാണെങ്കിൽ പ്രിൻസിപ്പാളിൻ്റെ അടുത്ത് സംസാരിക്കുന്ന പോലെയല്ലോ സ്കൂളിൽ ക്ലാസ്സിൽ എന്നിട്ട് പെരുമാറും അല്ലേ. ഇത്ര മാറ്റങ്ങൾ പെട്ടപ്പെടാന്നുണ്ടാവും ദിവസം. രാവിലെ ഒരു 6 മണി ഒരു 10 മണിക്കുള്ളിൽ എത്ര ക്യാരക്ടേഴ്സ് ചെയ്തു ഇതൊക്കെ പടപടപടന്നല്ലേ ചെയ്യണത്. പക്ഷേ സാധാരണയിൽ കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന എനർജി ഉപയോഗിക്കുന്നതായിട്ട് തോന്നുന്നത് അത് നമ്മുടെ സ്റ്റൈലാണോ അതോ മനഃപൂർവ്വം ഉപയോഗിക്കുന്നതാണോ? എനർജി മനഃപൂർവ്വം ഉപയോഗിക്കുന്ന എനർജി ഉണ്ടാവണ്ടേ? എനർജി നമ്മൾക്ക് ഒരു കാര്യം ഇഷ്ടമാണെങ്കിൽ അതിൽ എനർജി ഉണ്ടാവും. ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ ഇപ്പോൾ പള്ളിയിൽ പോയി അല്ലെങ്കിൽ നമ്മൾ പള്ളിയിൽ പോയിട്ട് അങ്ങനെ എനർജിയിലൊന്നും ഇരിക്കാണ്ടില്ലല്ലോ. ഇങ്ങനെ ഇരിക്കും, കുറച്ച് കഴിയുമ്പോൾ ഓർക്ക് തോന്നും. നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം ചെയ്യുന്നിടത്ത് നമുക്ക് എനർജി ഉണ്ടാവും സ്വാഭാവികമായിട്ടും. ഈ എനർജി എങ്ങനെയാണ് കൂടെയുള്ളവരെ ബാധിക്കുന്നത്? പോസിറ്റീവായിട്ട് ചിലർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും, ചിലർ അതിനോട് കാമായിട്ട് ഒന്ന് മാറി നിൽക്കും, ചിലർ അല്പം എക്സൈറ്റഡ് ആവും, ചിലർക്ക് ഇറിറ്റേറ്റഡ് ആവും, പല കാര്യങ്ങളും കാണും. ചിലർ അവരെ രാജ്യദ്രോഹി എഴുതി പ്രഖ്യാപിക്കും അപ്പുറത്തെ രാജ്യം. എങ്ങനെയാണ് ഈ എനർജി നമ്മളിലോട്ട് വന്ന് കയറുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഫീൽ എന്താണ്? ഷൂട്ടിൻ്റെ ഇടയിൽ ഇതുപോലെ തന്നെ പെട്ടെന്ന് ഷൈൻ ഭയങ്കര എനർജറ്റിക് ആവും പെട്ടെന്ന് തന്നെ. പക്ഷെ അത് ആ ക്യാരക്ടറിന് ഭയങ്കര ഈസി ആയിരുന്നു. ഐ മീൻ ക്യാരക്ടറുമായിട്ട് ഭയങ്കര റിലേറ്റഡ് ആയിട്ടാണ് ഷൈൻ നിൽക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റിലായിരിക്കുമല്ലോ ക്യാരക്ടറിലേക്ക് നിൽക്കുക. അപ്പോൾ പെട്ടെന്ന് ഷൈൻ എന്തെങ്കിലുമൊക്കെ കാണിക്കുമ്പോൾ നമ്മൾ ആകെ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നില്ല എന്താണ് ഇയാൾ ചെയ്യുന്നതെന്നുള്ളത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഷൈൻ ആക്ഷൻ പറയുമ്പോൾ ഷൈൻ്റെ പണി ചെയ്യും. പിന്നെ മനസ്സിലായി ഇത് ഇയാളെ ഫോക്കസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഫോക്കസ് പോകും. പക്ഷേ ആ ബ്രേക്കിലെല്ലാം ഷൈൻ ഓരോന്ന് പറയുമ്പോഴും പെരുമാറുമ്പോഴും ഒക്കെ ഭയങ്കര ഐ മീൻ ടൈം പോകണം നമ്മൾ അറിയില്ല. കാരണം നമ്മൾ ആളുകൾ തമ്മിൽ ഒരുമിച്ച് താമസിക്കുന്ന പ്രവർത്തിക്കുന്ന സമയങ്ങളിൽ അവിടെ പിണക്കങ്ങൾ ഉണ്ടാവണം. അത് അത് പ്രകടിപ്പിക്കണം. അതും ഉള്ളിൽ വെച്ചുകൊണ്ടിരുന്നിട്ടും കാര്യമില്ല. കാരണം അവിടെ പ്രവർത്തനമാണ് നടക്കേണ്ടത്. ഇനി നമ്മൾ എന്തിനെ പറ്റിയാണ് തർക്കിച്ചെങ്കിലും ആ തർക്ക വിഷയമാണ് അവിടെ നിലനിൽക്കാൻ പാടുള്ളൂ. ആ തർക്കിച്ച ആളോടല്ല ദേഷ്യം ഉണ്ടാവേണ്ടത്. ആ ആളോടുള്ള ദേഷ്യം നമ്മുടെ പ്രവർത്തനത്തെ തന്നെയാണ് തടസ്സപ്പെടുത്തുക. എല്ലാത്തരം വിഷയങ്ങളെ സമീപിക്കുമ്പോഴേ സാധാരണ ആൾക്കാർ കാണുന്നതിന് അപ്പുറത്തൊരു മറുകര ചെന്നിട്ടുള്ള വിഷയമാണ് എപ്പോഴും താങ്കളുടെ പ്രതികരണങ്ങളിൽ കിട്ടുന്നത്. സാധാരണ ആൾക്കാരെല്ലാം പൊതുവായൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ വേറൊരു സൈഡിൽ പോയിട്ട് നോക്കിയിട്ട് ഇതാ കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ അവരുടെ സൈഡിൽ നിന്നിട്ടല്ലോ, ഞാൻ എൻ്റെ സൈഡിൽ നിന്നിട്ടല്ലേ ആലോചിക്കണ്ടോ അല്ലേ?
അത് മറ്റുള്ളവർ നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് പോയി നിൽക്കണമെന്നുണ്ടെങ്കിൽ നിർബന്ധമുണ്ടോ സ്ഥിരമായിട്ട്? എല്ലാവരും ഒരേ സമയത്താണ് ജനിച്ചത്. ചേട്ടൻ ജനിച്ച സമയത്ത് ഹോസ്പിറ്റലിലല്ല ഞാൻ ജനിച്ചത്. അപ്പം തന്നെ എൻ്റെ സ്ഥലം വ്യത്യാസമായില്ലേ? അപ്പോൾ ആ ഒരു ചിന്താ ശൈലിയാണ്. ഒരാളും മറ്റൊരാളുടെ കറക്റ്റ് സ്ഥലത്ത് നിന്നിട്ടല്ല ഉണ്ടാവുന്നത്. അതിനാണ് സ്ഥാനം എന്ന് പറയുക. ജനന സമയം അറിഞ്ഞ് നക്ഷത്രം കൂട്ടി. ജ്യോതിഷത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടോ? അല്ല, ഇതൊന്നും ഇല്ല. ഇപ്പോൾ സൂര്യൻ നക്ഷത്രം ഒന്നും സ്ഥാനമൊന്നും ഇല്ലാതെയാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മൾ സ്പേസിലല്ലല്ലോ. ആണാ? അപ്പോൾ വിധി വിധിയല്ല, ഭൂമിയാണെന്ന് വിചാരിക്കേണ്ടത്. ചേട്ടൻ വിശ്വസിക്കണ്ട? കണ്ടിട്ടുണ്ടോ മുഴുവനായിട്ട്? മുഴുവനായിട്ടല്ല, ഫോട്ടോ. ഭൂമി അല്ലെങ്കിൽ ഫോട്ടോ ആരെയും ഫോട്ടോ എടുക്കും വിചാരിച്ചു? ഭൂമിയുടെ ആരെങ്കിലും പോയി എടുത്തോ? ഫോട്ടോ എടുക്കാൻ പോയിട്ടുണ്ടോ? ഏത് ടെക്നോളജി ഒന്ന് പറഞ്ഞേ. ആ ടെക്നോളജി ശാസ്ത്രം, ഏത് ശാസ്ത്രം ഉപയോഗിച്ചിട്ട് ഏത് ക്യാമറ വെച്ചിട്ടാണ് ഭൂമിയുടെ ചിത്രം എടുക്കാൻ പറ്റുമോ? ഈ സാധനം ഇപ്പം ചേട്ടൻ്റെ ഫോട്ടോ എടുക്കണമെങ്കിൽ ചേട്ടൻ്റെ ഇത്ര വരണ്ടേ, ഞാൻ ഒരു മിനിമം ഫോക്കസ് വരണ്ടേ? അപ്പം ഭൂമിയുടെ മുഴുവനായിട്ടുള്ള ഒരു ചിത്രം ഇടണമെങ്കിൽ ആ ക്യാമറ എത്ര ദൂരം പോകണം? അത്രയും ദൂരം പോയാൽ ഭൂമിയിൽ കാണാൻ പറ്റുമോ? അങ്ങനെയാണ് നമുക്ക് എല്ലാ ഗ്രഹവും കാണേണ്ടത്. അപ്പം ഇതൊക്കെ ഒരു കുറെ ഇമാജിനേഷനിൽ ഉണ്ടാവുന്ന ചിത്രമാണ്, അല്ലാതെ ഭൂമിയുടെ കറക്റ്റ് പിക്ചർ നല്ലത്. ഇപ്പം ഈ ചന്ദ്രൻ ഇതേപോലെയാണ് ഇരിക്കണമെന്ന് പറയാൻ പറ്റുമോ? നമ്മൾ കാണുന്ന നക്ഷത്രം അതേ ആകൃതിയാണോ? നമ്മൾ കാണുമ്പോഴേക്കും അത് കത്തി നശിച്ചിട്ടുണ്ടാവും നമ്മൾ പഠിച്ചല്ലേ? അല്ല, അപ്പോൾ പോപ്പുലർ അല്ലാത്ത അഭിപ്രായങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ ആൾക്കാർ പോപ്പുലർ ആയിട്ടുള്ള അഭിപ്രായങ്ങളെന്നല്ല, മണ്ടത്തരങ്ങളായ ഈ നമ്മുടെ ഉറപ്പുകളുണ്ടല്ലോ, ഇതൊന്നും നമ്മളങ്ങനെ വിശ്വസിക്കണമെന്നില്ല. ഇതൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാക്കി തരാനാ. നമ്മൾ ഗ്രഹങ്ങൾ 9 ഗ്രഹങ്ങൾ പഠിപ്പിക്കുന്ന ടീച്ചർക്ക് വട്ടാട്ടോട്ട് പോയി പെട്ടെന്ന് ഇടാൻ വേണ്ടിയിട്ടായിരിക്കണം വട്ടം ഇട്ടത്. ശരിക്കും വട്ടം അല്ലല്ലോ അതിൻ്റെ ഒന്നും. ഇത്തരം സംഭാഷണങ്ങളൊക്കെ സെറ്റിനെ കൂടുതൽ കലുഷിതമാക്കുകയാണോ? സെറ്റിന് ഈ വക സംഭാഷണം ഒന്നും ഇല്ലട്ടാ. ഇത് ഇന്റർവ്യൂ ആയതുകൊണ്ട് മാത്രം പറയണ. സെറ്റിന് ഞങ്ങൾക്ക് പണി എടുക്കാനുണ്ട്, എല്ലാവരും വന്നിരിക്കണം പ്രവർത്തിക്കാനാ. ഇവിടെ സംസാരിക്കാനാണല്ലോ, ഇവിടെ സംഭാഷണമാണല്ലോ ഉണ്ടാവേണ്ടത്. പിന്നെ സിനിമയെ കുറിച്ച് നമുക്ക് അധികം സംഭാഷിക്കാനും പറ്റില്ലല്ലോ. റിലീസിന് മുന്നേ ക്യാരക്ടറും പറയാൻ പറ്റില്ല. ക്യാരക്ടർ പറയുകയാണെങ്കിൽ പിന്നെ കഥ പറയും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ സംസാരിക്കണത്. അതായത് തെറ്റിലൊക്കെ ഇങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ സാറ് സംസാരിക്കാതിരിക്കാന്ന്. ക്ലാസ്സിൽ സംസാരിക്കില്ല നമ്മള്, ഫ്രീ ടൈമിലല്ല സംസാരിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങളുടെ ഫ്രീ ടൈമോ. നമ്മൾ അവസാനം കനകം കാമിനി കലഹം കണ്ടു. പിന്നെ ആ സമയത്താണ് നമ്മൾ അവസാനം ഒരുമിച്ചിരുന്ന് സംസാരിച്ചെന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നെ റോഷാക്കും അപ്പനിലും ഒക്കെ കുറച്ച് ശ്രദ്ധേയമായ വേഷങ്ങൾ കിട്ടിയിരുന്നു. ഈ സിനിമയെ പൊതുവെ എങ്ങനെയാണ് കാണുന്നത്? ഒരു സ്ത്രീപക്ഷ സിനിമയായിട്ട് 5 നായികമാരൊക്കെ ഉള്ളതുകൊണ്ട് സ്ത്രീകളുടെ ഒരു ക്രൗഡ് അതിനകത്തുണ്ട്. ആ സിനിമയിൽ സ്ത്രീകൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഒരു റോളുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകൾ കൂടിയാണ് സ്ത്രീപക്ഷ സിനിമയാവും? അല്ല, പാവത്തില്ല, അതാണ് ഞാൻ ചോദിച്ചത്. അങ്ങനെയാണ് ചില സ്ഥലങ്ങളൊക്കെ സ്ത്രീപക്ഷ സ്ഥലങ്ങൾ എന്ന് പറയേണ്ട വരും. ഇല്ല, അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഈ സിനിമയിലില്ല. ഈ സിനിമയുടെ കഥ ആണ് ഇതിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അല്ലാതെ സ്ത്രീപക്ഷ സിനിമ, പുരുഷപക്ഷ സിനിമ അങ്ങനെയൊന്നുമില്ല. ഇതിന്റെ വിഷയമാണല്ലോ. അതിലൊരു പുരുഷനും അതിൻ്റെ ഒരു ഭാഗമാണ്. സ്ത്രീ എന്തെങ്കിലും ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ സ്ത്രീ പുരുഷനില്ലാണ്ട് നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവരുടെ ലൈഫിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളും അത് ഏതൊക്കെ സിറ്റുവേഷനിൽ ആരൊക്കെ എന്തൊക്കെ രീതിയിൽ മറച്ചു വെക്കുന്നു. നമ്മൾ ഒരു കാര്യം മറച്ചു വെക്കാൻ പല രീതിയിലുണ്ട്. നമ്മൾ അഭിമാനം ഒന്നും സമ്മതിക്കില്ല. അത് സ്ത്രീ ആയാലും പുരുഷനാണെങ്കിലും അഭിമാനം സമ്മതിക്കില്ല. പിന്നെ നമ്മൾ ഏറ്റവും പേടിക്കുന്നതാണ് സൊസൈറ്റി. പിന്നെ നമ്മൾ പേടിക്കുന്നതാണ് നമ്മുടെ വീട്ടുകാർ, നമ്മുടെ നാട്ടുകാർ, ഈ ഉൾപ്പെടുന്ന ഈ ഒരു വിഭാഗം ഉണ്ടല്ലോ. അപ്പം ഇതിലൊരിക്കലും നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റില്ല. സ്ത്രീ നീ വേറെ, പുരുഷൻ നീ വേറെ എന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ല. അപ്പം ഈ സിനിമയുടെ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ കഥയാണ്. ഈ കഥയിൽ സ്ത്രീയും വരുന്നുണ്ട്, പുരുഷനും വരുന്നുണ്ട്. ബാക്കി അല്ല, ഒരു കഥയിൽ എന്തായാലും സ്ത്രീയും പുരുഷനും ഉറപ്പായിട്ടും പുരുഷനില്ലാതെ ഒരു സ്ത്രീയിൽ ഒരു സ്ത്രീ ഇല്ലാതെ പുരുഷനുമില്ല. സ്ത്രീ ഇല്ലാതെ ഏത് പുരുഷനാണെങ്കിലും സ്ത്രീ എന്നല്ല ഉണ്ടാവണം. അതിപ്പോ പുരുഷന് സഹായം വേണം. പക്ഷേ ഇതിനകത്ത് പ്രധാനപ്പെട്ട പുരുഷ കഥാപാത്രം എന്നുള്ളത് ഒരാളെ പ്രധാനപ്പെട്ട പുരുഷ കഥാപാത്രം ഇല്ല. കഥാപാത്രങ്ങളാണ് പ്രധാനപ്പെട്ടത്. എന്താന്ന് പറയണത് കാരണം അവരെയാണ് കൂടുതൽ അവരുടെ കഥയായിരിക്കും പറയേണ്ടത്. എല്ലാവരും ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഒരു കഥ മുന്നോട്ട് പോകില്ല. നമ്മുടെ ജീവിതം പോലെ ആയിരിക്കും. എല്ലാവരും ഫോക്കസ് ചെയ്ത് പോകാൻ പറ്റില്ലല്ലോ. 2 മണിക്കൂർ കൊണ്ട് പറഞ്ഞു തീർക്കേണ്ടതായതുകൊണ്ട് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ 2-3 വ്യക്തികൾ ചുറ്റപ്പെട്ടിട്ടായിരിക്കും പോകുന്നത്. ഈ സംസാരിക്കുമ്പോഴേ പ്രത്യേകിച്ച് മുൻപിൻ കാര്യമില്ല സംസാരിക്കുന്നുണ്ട്, ചില അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടില്ല. മുൻപിൻ കാര്യമില്ലാതെ ഇപ്പം എന്താ സംസാരിച്ചത്? അല്ല, ചിലപ്പോൾ ആളുകൾക്ക് സ്വാഭാവികമായിട്ട് പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത, ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത. 2 ദിവസം ഇരുന്നിട്ട് ഇന്റർവ്യൂ കൊടുത്താൽ മതിയാ? അല്ല, ഒരു ഇന്റർവ്യൂ ഗ്യാപ്പ് ഇല്ലാതെ നമ്മൾ പെട്ടെന്ന്. അതാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ പിന്നെ അതിന് ഞാൻ സംസാരിക്കുന്നതിൽ ഇതിന്റെ ഇടയ്ക്ക് 10 മിനിറ്റിനുള്ളിൽ പറഞ്ഞു തീർക്കും വേണ്ടേ? അതും വേണം. അത് അപ്പോഴേ ഇതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാവാറില്ല. സാധാരണ സൗഹൃദങ്ങളൊന്നും നഷ്ടപ്പെടാറൊന്നുമില്ല. ആളുകൾ മനസ്സിലാക്കി. ഞാൻ സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടി വന്നല്ലോ ഇവിടെ. അല്ല, നമ്മളോടല്ല, പൊതുസമൂഹത്തിൽ സൗഹൃദം ഉണ്ടാക്കാനുള്ള എന്റെ പണി. സൗഹൃദം ഉണ്ടാക്കാനൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത്
ആളുകളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും കൂട്ടുകൂടാനും പ്രവർത്തിക്കാനുമാണ് സൗഹൃദം. അതല്ല സൗഹൃദം. അല്ലാതെ ഇപ്പോൾ ചേട്ടൻ സുഹൃത്തുക്കൾക്കൊക്കെ ജോലി വാങ്ങിച്ചു കൊടുക്കും അമൃതയിൽ. സ്കൂൾ കാലഘട്ടം കഴിഞ്ഞ് സൗഹൃദങ്ങൾ ഉണ്ടായിട്ടില്ലേ? സൗഹൃദങ്ങൾ ഉണ്ടാവില്ല. പിന്നെ ഇഷ്ടമുള്ള പ്രവൃത്തി ചെയ്യാൻ കൂട്ടുകൂടുന്ന ആളുകളാണ് അല്ലേ? ചേട്ടൻ്റെ സ്ഥാപനത്തിലാണെങ്കിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ വരുന്നവർ ഇഷ്ടത്തോടെ ആ പ്രവൃത്തി ചെയ്യാൻ വരുന്നവരാണ്. അല്ലാതെ വരുന്ന ആൾക്കാരെ ഇവനെ സുഹൃത്താക്കിക്കളാം, ഇവിടെ സുഹൃത്താക്കിക്കളാം അങ്ങനെ വിചാരിക്കുന്നില്ലല്ലോ. അങ്ങനെ ഒരു ലക്ഷ്യം ജീവിതത്തിലില്ലല്ലോ. ഇല്ല. ഞാൻ ചോദിക്കാൻ കാരണം വെച്ചാൽ ഇപ്പം തമിഴ്നാട്ടിൽ ഇന്നൊക്കെ സ്വാഭാവികമായിട്ട് സിനിമകൾ കൂടുതൽ വരുമ്പം അവിടെ സ്വാഭാവികമായിട്ടും കേരളത്തിനേക്കാൾ ഇരട്ടി പ്രതിഫലം കിട്ടും. പക്ഷേ സ്വാഭാവികമായിട്ട് അങ്ങനെ നല്ല മെയിൻ സ്ട്രീം സിനിമകൾ അഭിനയിക്കാൻ പറ്റും. അങ്ങനെയുള്ള സമയത്ത് ചില ഇൻ്റർവ്യൂകളിൽ ചില സ്റ്റാർസിൻ്റെ ആരാധകരെയൊക്കെ പ്രകോപിതരാക്കുന്ന രീതിയിൽ ചില മറുപടികളൊക്കെ പറയുന്നു. അത് അല്ല, വിജയിൻ്റെയൊക്കെ പ്രതിഫലം പറഞ്ഞപ്പോൾ അതൊക്കെ ഓൺലൈനിൽ തന്നെ ചർച്ചയാകും. വിജയുടെ ആരാധകർ വിജയുടെ അഭിനയശേഷിയും മറ്റൊരാളുടെ അഭിനയശേഷിയായിട്ട് കമ്പയർ ചെയ്യുകയും വിജയ് മമ്മൂക്കയുടെ അത്രയും ഇന്നയാളുടെ അത്ര അത്രയും നല്ല അഭിനേതാവാണോ വിജയ് എന്നുള്ള അല്ല പറഞ്ഞ അതിൽ ആരാ നല്ല അഭിനേതാവ്? ഞാൻ പറയാം, മമ്മൂക്ക, മോഹൻലാൽ, വിജയ്, കമലഹാസൻ ഇതൊന്നും ഓർഡർ ചെയ്ത ചേട്ടൻ. ഓർഡർ ചെയ്യ അഭിനയത്തിന്റെ കാര്യത്തിലല്ലേ പറ്റുമോ നോക്കട്ടെ. എനിക്ക് പറയാം, പറയാ പറഞ്ഞോ, ജസ്റ്റ് പറയാം. മോഹൻലാലും മമ്മൂട്ടി ആരാ മുന്നിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ട്. പിന്നെ ആരാ വരിക? എന്തായാലും വിജയ് അതിനകത്ത് അവസാന സ്ഥാനത്തൊക്കെ വരത്തുള്ളൂ. തന്നെയല്ലേ ഞാനും പറഞ്ഞു. അല്ല, പക്ഷേ ഇത് കുഴപ്പമെന്നറിയോ, എനിക്കാരും നോക്കാം. എല്ലാ പിന്നെ ഞാൻ പൊട്ടത്തരം വിളിച്ചു പറയും. നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? ഞാൻ ഡിപ്ലോമാറ്റിക് ആയിട്ട് സംസാരിക്കുന്നു. ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള സംസാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. മോശപ്പെട്ട ആക്ടർ എന്നല്ല അർത്ഥം, അതിന്റെ സ്ഥാനമല്ലേ വ്യത്യാസം. മോശമാണെന്ന് ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞ ഇല്ല. എന്താ ചേട്ടൻ അങ്ങനെയാണോ വിചാരിച്ചത്? അല്ലല്ല, പക്ഷെ നമ്മൾ ഡിപ്ലോമസി നയപരമായിട്ട് ഞാൻ എന്താ അതിൽ മോശം പറഞ്ഞത്? നമ്മൾ ആൾക്കാർ ആരെയും പിണക്കാതെ നമുക്ക് മുന്നോട്ട് പോയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കുറച്ചുകൂടെ സുഖകരമായിട്ട് നമുക്ക് ജീവിക്കാം. എങ്ങനെ സുഖകരമായിട്ട് ജീവിക്കാൻ? അല്ല, അങ്ങനെയല്ല, എൻ്റെ നമ്മുടെ ഒരു ഡിപ്ലോമസി പിണക്കാതെ മുന്നോട്ട് പോയിട്ട് നമുക്ക് എങ്ങനെ പോയി സൂഹിക്കാന്നാ പറയണത്. നമുക്ക് നമ്മളെ തന്നെ തൃപ്തിപ്പെടുത്താൻ പറ്റും. നമ്മളെ തൃപ്തിപ്പെടുത്തുന്നിടത്തല്ലേ സുഖമുള്ളൂ. ചേട്ടൻ ഇപ്പൊ ലൈംഗികമായി ബന്ധപ്പെടുമ്പോഴാണ് സുഖം. ഇപ്പൊ ഞാൻ അപ്പുറത്തുനിന്ന് ലൈംഗികമായി ബന്ധപ്പെടുന്ന ചേട്ടൻ സുഖം ഉണ്ടോ? ഇല്ലല്ലോ. അതിനെങ്ങനെ മുടക്കാന്നുള്ളതാണല്ലോ നമ്മൾ ആക്കുന്നത്. അപ്പൊ സ്വയമായിട്ടുള്ള തൃപ്തിപ്പെടുത്തലാണല്ലോ സുഖം. നമ്മൾ ഡിപ്ലോമസി പിന്നെ ഗ്രേസിന്റെ അഭിപ്രായം എന്താ? ഡിപ്ലോമസി നമുക്ക് ജീവിതത്തിൽ വേണ്ടതല്ലേ? ഓരോരുത്തരുടെ ചോയ്സ് ആണ്. ഷൈനിന് അതിലാണ് ഹാപ്പിനെസ് കിട്ടുന്നുണ്ടെങ്കിൽ അത് ഷൈൻ്റെ ചോയ്സ് ആണ്. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അത് അങ്ങനെ സംസാരിക്കുന്ന അല്ലെങ്കിൽ ഷൈൻ്റെ ഒരു രീതിയോട് എനിക്കൊരു എതിർപ്പുമില്ല, ഒരു കുഴപ്പവുമില്ല. അത് ഷൈൻ്റെ ചോയ്സ് ആണ്, അതിനെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് ഒരാളുടെ ഒരു അയാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ചെയ്യാവുന്ന ഒരു കാര്യം. ആരും ഹേർട്ട് ചെയ്യാതെ ഷൈൻ്റെ അഭിപ്രായം പറയുന്നതിന് ഞാൻ എതിര് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അത് ചേട്ടൻ്റെ അഭിപ്രായത്തിന് ഞാൻ എതിര് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അല്ല, നമ്മൾ അഭിപ്രായം പറയാറുണ്ടല്ലോ. നമ്മള് സിനിമ കഴിഞ്ഞ് ഇറങ്ങി ചോദിക്കാം, അഭിപ്രായം ചോദിക്കാനല്ലേ കേൾക്കുന്നത് വീഡിയോ ഒക്കെ. ആ പേഴ്സണൽ സ്പേസ് അല്ലേ? എന്നിട്ട് അവരെ കൊണ്ട് മോശമാണ് നല്ലതാണെന്ന് പറയിപ്പിക്കുന്നത് ഒരാളുടെ പേഴ്സണൽ സ്പേസ് അല്ലേ? ഇപ്പൊ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയ വഴിക്ക് എന്നെ ചേട്ടൻ ചോദിക്കുമോ ഈ ഭക്ഷണം കൊള്ളായിരുന്നു? തുണി എടുക്കാൻ കിടന്ന് കടയിൽ ഇറങ്ങുന്നവരായിട്ട് ചോദിക്കുമോ ഡ്രസ്സൊക്കെ കൂടെ നന്നായിരുന്നു? ചോദിക്കാറില്ല. സ്കൂളിൽ ഇറങ്ങുമ്പോൾ ടീച്ചർ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ടോ പിള്ളേരോട് ചോദിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ സിനിമയുടെ അവിടെ നിന്നിട്ട് ഇന്റർവ്യൂ എടുക്കുന്നില്ലേ, നല്ലതാണോ മറ്റേയാണോ എന്ന് അപ്പം തന്നെ ആളുകളിലേക്ക് എത്തിക്കല്ലേ. അടുത്ത ഷോ കാണുന്നവന് അത് ഇഷ്ടപ്പെടില്ലേ, അല്ലെങ്കിൽ അടുത്ത വ്യക്തിക്ക് അത് ഇഷ്ടപ്പെടുന്നതാണോ എന്ന് അവൻ ചിന്തിക്കുന്നില്ലല്ലോ. അല്ല, അങ്ങനെ ഒരുപാട് വെല്ലുവിളിയുണ്ട്. കാരണം ആവശ്യമുള്ള കണ്ടൻസ് ഇപ്പം പുറത്തോട്ട് വരുന്നുണ്ട്. ഇപ്പം യൂട്യൂബ് എല്ലാം OTT വഴി ആയാലും വെബ് സീരീസ് ആയാലും റീൽസ് ആയാൽ പോലും ഇതിനോടൊക്കെ കോമ്പീറ്റ് ചെയ്താണല്ലോ ഇപ്പോൾ സിനിമ നിൽക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരുപാട് കോമ്പീറ്റ് ചെയ്യണം. ആദ്യം സിനിമ ഉണ്ടായെങ്കിലും പക്ഷേ ഇത് ആൾക്കാർക്ക് ഇപ്പം ഒരുപാട് ചോയ്സ് ആയിപ്പോയില്ലേ. അതുകൊണ്ട് അല്ല, ഈ സിനിമ എന്ന് പറയുന്ന വ്യവസായം ഉള്ളതുകൊണ്ടാണ് ഇതൊക്കെ ഉണ്ടാവണം അല്ലേ? അപ്പൊ വാഴേനെ ചുറ്റിപ്പറ്റിയിട്ടല്ലേ എൻ്റെ ബാക്കിയുണ്ടാവുക. വാഴനെ വെട്ടിക്കളയാ അല്ലേ? അത് പോട്ടെ, 2024 വാഴ നമ്മൾ പിന്നെ മരത്തിനും അങ്ങനെ ഒരു പ്രശ്നമില്ല. ബാക്കിയുള്ള മാവ് നമ്മൾ അങ്ങനെ ചെയ്യില്ല. വാഴയ്ക്കൊരു അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മാവിനും മാവ് ഉണ്ടാവണ്ടേ, എന്നാലും ചുറ്റിപ്പറ്റി ഉണ്ടാവുള്ളൂ. അപ്പം 2024 കുറച്ചുകൂടെ രസമുള്ളൊരു വർഷമായിട്ട് തോന്നുന്നു. അതെ, അല്ല, വിവാഹമായി, 100ാം ചിത്രമായി, അല്ലേ, നിശ്ചയം കഴിഞ്ഞില്ല. അല്ല, എന്നാലും വിവാഹം എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ഒരാളുടെ ജീവിതത്തിലെ ഏറ്റവും ആണല്ലേ. അപ്പൊ വലിയ ചിലവേറിയ വിവാഹമായിരിക്കും. ഇല്ല, പിന്നെ ചിലവില്ലാതെ എങ്ങനെ വിവാഹം കഴിക്കാന്നുള്ളതാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നായിരിക്കും വിവാഹം കല്യാണത്തിന് നന്നായിരിക്കും. അത് നമ്മുടെ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി. നമ്മുടെ പിന്നെ അങ്ങനെ ഇല്ല. അപ്പൊ എല്ലാവരും വിളിക്കുന്നത് അപ്പൊ ഇവരോട് ആരും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അറിയിക്കാൻ വേണ്ടിയിട്ടാണ്.
കല്യാണം കഴിക്കുക എന്ന് പറയുന്ന രണ്ട് വ്യക്തികൾ ശരിക്കും എല്ലാവരും വിളിച്ചുകൂട്ടി ഇങ്ങനെ ചിലവ് കൂടി നടത്തേണ്ട കാര്യമൊന്നുമില്ല. അംബാനി എത്ര കോടിക്ക് നമ്മളെ കല്യാണം നടത്തിയേ? എന്തായാലും ഒരുപാട് ചിലവാക്കിയാണ്. എന്തായാലും അയാളുടെ കയ്യിലുള്ള കാശ് കൊണ്ടല്ലേ. നമ്മുടെ നാട്ടിലെ പക്ഷെ അങ്ങനെയല്ല, ലോൺ എടുത്തും കടം വാങ്ങിയിട്ട് കല്യാണം. അങ്ങനെ എന്തായാലും പുള്ളി ചെയ്യുന്നുണ്ടാവില്ലല്ലോ. അതെന്തായാലും ഇല്ല. ഓ ഇത്രയും അധിക ചെലവ് ഉണ്ടാക്കുന്നതിന് ഒരാളുടെ വിവാഹത്തിന് വൈ? എന്നിട്ട് അതുകൊണ്ട് ഇവർ രണ്ടുപേരും സുഖമായി ജീവിക്കും. ഇല്ല, ആ ഒരു ഒറ്റ ദിവസത്തിന് വേണ്ടി ഇത്ര കാശ് ചിലവാക്കുന്നുണ്ടോ? പക്ഷേ അതുകൊണ്ട് ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട്. ആര്? പൂക്കച്ചവടക്കാർ ജീവിക്കുന്നുണ്ട്, പിന്നെ ഓഡിറ്റോറിയംകാർ, ഒരുപാട് പേർക്ക് സിനിമ കൊണ്ട് കുറേ പേര് ജീവിക്കുന്ന പോലെ ഞാൻ വേറെ കുറച്ച് ആൾക്കാർക്ക് പേര് പറയാം. മദ്യം വിറ്റ് അത് ജീവിക്കുന്ന ആൾക്കാരില്ലേ ഉണ്ട്. അപ്പൊ അതൊക്കെ മദ്യം കുടിക്കണ്ടേ, സിഗരറ്റ് വിറ്റ് ജീവിക്കുന്ന കുറവില്ല, സിഗരറ്റ് വലിക്കണ്ടേ, അങ്ങനെ വേറെ കുറെ സാധനങ്ങളുണ്ട്. അതൊക്കെ മക്കൾ നമ്മളെ കൊണ്ട് ഉപയോഗിപ്പിക്കുക, അവര് ജീവിക്കണ്ടേ. പോസിറ്റീവ് ആണല്ലോ കല്യാണം. കല്യാണത്തിന് പോസിറ്റീവ് പറഞ്ഞാൽ രണ്ട് കുട്ടികളുണ്ടാവും. അതല്ലെങ്കിൽ കല്യാണം കഴിച്ചാലും ഉണ്ടാവും. കല്യാണത്തിന് മുന്നേ ഉള്ളതാണോ കുട്ടികൾ? അതെ. കല്യാണം വളരെ ലേറ്റ് ആയിട്ടാണോ? അതെ അതെ. അതിന് മുന്നേ കുട്ടികളുണ്ടാകുന്ന. പിന്നെ നമുക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു ലൈസൻസ് അല്ലേ? അതെ. ആദ്യം കല്യാണത്തിന് മുന്നേ ലൈംഗികമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഈ ലൈസൻസ് ആയിട്ടാണ്. ഇല്ല, നമ്മളെല്ലാം അങ്ങനെ ഒരു സമൂഹ വ്യവസ്ഥ അതിലാണ് നമ്മൾ ചിന്തിക്കേണ്ട. ഒരാൾ സമൂഹത്തിലാണോ ജനിക്കുന്നത്, ഭൂമിയിലാണോ ജനിക്കുന്നതെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ചേട്ടൻ എവിടെ ജനിച്ചത്? ഇല്ല, ഞാൻ ഭൂമിയിലാണ് ജനിച്ചത്. ചിന്തിക്കേണ്ട കാര്യമില്ല സമൂഹത്തിനെ കുറിച്ച്. സമൂഹത്തിലെല്ലാം അപ്പോൾ നമുക്ക് എത്ര നേരം വേണമെങ്കിലും ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തിരിക്കാം. പക്ഷെ നമുക്ക് സമയപരിമിതികളും മറ്റു പല കാര്യങ്ങളും മാത്രമല്ല അതറിയാം. കമൽ സാറൊക്കെ കുട്ടിക്കാലത്ത് തൊട്ടേ വലിയ ഹിറ്റ് സിനിമകൾ സ്കൂളിൽ പഠിക്കുമ്പോൾ അല്ല, സാറിന്റെ കുട്ടിക്കാലല്ലോ, ഗ്രേസിന്റെ കുട്ടിക്കാലത്ത് പിന്നെ സ്വാഭാവികം ഏറ്റവും ആദ്യം ഒരു വളരെ പുറകോട്ട് പോയില്ലേ. പക്ഷെ അതിനു മുമ്പും ധാരാളം ഹിറ്റ് സിനിമകൾ കാലഘട്ടം കണ്ടിട്ടില്ലേ? അതെ, 90കളിലേക്ക്. അല്ല, ഈവൻ ഉണ്ണികളെ കഥ പറയാൻ തൊട്ട് അദ്ദേഹത്തിന്റെ ഒരു സുവർണ്ണ കാലം തുടങ്ങിയെന്ന് തന്നെ പറയാം. പ്രാദേശിക പിന്നെ പ്രാദേശിക വാർത്തകൾ, പെരുവണ്ണാമൊഴി, ഒരുപാട് നിറം എന്നൊക്കെ പറയുമ്പോൾ പകുതി കഴിഞ്ഞു. അതെ അതെ. അപ്പം ഇതും മറ്റു പടങ്ങളൊന്നും തിയേറ്ററിൽ കണ്ടിട്ടില്ല. അതെ അതെ. അപ്പോൾ ഇതെല്ലാം ക്ലാസിക്കുകളായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധായകൻ്റെ ചിത്രത്തിലാണ് അഭിനയിക്കുന്നത്. ഒരു വേറൊരു സ്കൂളാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം. എങ്ങനെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ? പടങ്ങൾ നന്നായി ചെയ്യുന്ന ആളുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ട് വന്നതുകൊണ്ടാണ് അതിൽ വ്യത്യാസം വരുന്നത്. നമ്മൾ ആരായിട്ടാണ് ഇടപഴകുന്നത് അതിൻ്റെ വ്യത്യാസം നമുക്ക് ഉണ്ടാവും. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നേരത്തെ തൊട്ടേ ഷൈന കമൽ സാറിൻ്റെ രീതി അറിയാവുന്നതുകൊണ്ട് നിങ്ങൾക്ക് പിന്നെ കുറച്ചുകൂടെ പുതുമയായി. ആ സമയം നൈസായിട്ട് സ്കൂട്ടാവില്ല. എനിക്ക് ചീത്ത കേട്ടിട്ടില്ല. ഗ്രേസ് കുറച്ചും കൂടി സീരിയസ് ആയിട്ടാണ് അഭിമുഖീകരിക്കുന്നതിനൊക്കെ. കളിതമാശകളില്ല, കളിതമാശകളുള്ളവരാണ്. ഞാൻ വളരെ സീരിയസ് ആയിട്ടാണ് സിനിമകൾ അപ്രോച്ച് ചെയ്യുന്നത്. അത് പ്രൊഫഷണലി സമയം കറക്റ്റാണ്. എനിക്കും നമ്മളായിട്ട് വേറൊരു ബുദ്ധിമുട്ട് സിനിമയിലും സിനിമ സെറ്റിലും ഒന്നും ഉണ്ടാക്കരുതെന്നുള്ളൊരു താല്പര്യമുള്ള ഒരാളാണ്. മാത്രമല്ല ഞാൻ ഓരോ സംവിധായകരുടെ കൂടെയും വർക്ക് ചെയ്യുമ്പോഴും ആദ്യത്തെ ഒരു 1-2 ദിവസം കഴിയുമ്പോൾ നമുക്ക് അവരുടെ ഒരു സ്റ്റൈല് മനസ്സിലാവും. ഇവർ ഏത് സമയത്താണ് ഫ്രീ ആവുന്നത്, എത്രത്തോളമാണ് അവർ ആർട്ടിസ്റ്റുകളെ ഫ്രീ ആക്കി വിടുന്നത്, ഹാൻഡിൽ ചെയ്യുന്ന രീതിയൊക്കെ 1-2 ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും. പക്ഷെ എനിക്ക് കമൽ സാറിൻ്റെ അടുത്ത് എന്നിട്ട് എനിക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് എനിക്ക് മനസ്സിലായത് ആർട്ടിസ്റ്റുകൾക്ക് അവരുടെ ഫ്രീഡവും റെസ്പെക്റ്റും ഒക്കെ കൊടുത്തിരുന്നു. പക്ഷെ ചെറിയ ആളാണെങ്കിൽ പോലും അതെ അതെ അതെ. സാർ വന്ന് ആദ്യം നമുക്കൊന്നും പിടികിട്ടില്ല എന്താണ് സാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. പക്ഷെ എനിക്ക് കുറേ സമയം കഴിഞ്ഞിട്ടാണ് ചെയ്യിപ്പിച്ചുകൊണ്ടേയിരിക്കും. സ്വാഭാവികമായിട്ടും ഷൈനോടൊക്കെ ചോദിച്ച് പഠിക്കായിരുന്നല്ലോ. ഇല്ല, ഷൈൻ ഭയങ്കര ഈസി ആയിരുന്നു. എനിക്കൊന്നും ഷൈൻ എക്സ്പീരിയൻസ് ഗ്രാമർ അറിയാവുന്ന ആളായതുകൊണ്ട് ഷൈനോട് സാർ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല, ഷൈനും സാറിനോട് പ്രത്യേകിച്ചൊന്നും ചോദിക്കുന്നില്ല. ഇവര് തമ്മിൽ ഭയങ്കര റാപ്പോ അത് എനിക്ക് എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം. നമുക്ക് അത് ഒരു പകച്ചിലായിരുന്നു. അല്ല, നമ്മൾ വീട്ടിലെ ആളുകളുടെ അടുത്ത് പെരുമാറുമ്പോൾ ഇല്ലല്ലോ പുറത്തെ ആളുകളായിട്ട് അതെ അതെ പെരുമാറുമ്പോൾ. അപ്പോൾ എന്തായാലും എത്ര നേരം വേണമെങ്കിലും നമുക്ക് വിശേഷങ്ങൾ പറഞ്ഞിരിക്കാം. പക്ഷേ സമയപരിമിതികളുണ്ട്. എന്തായാലും വിവേകാനന്ദൻ വൈറലാകും, അതോടൊപ്പം സിനിമയും ഹിറ്റാവണം. അല്ലെങ്കിൽ മുമ്പേ പറഞ്ഞ പോലെ എന്റർടൈനിങ് ആവണം വിഷയമാണെങ്കിലും. അല്ലാതെ ആ വിഷയത്തിന്റെ പ്രാധാന്യം കൊണ്ടല്ലല്ലോ ആൾക്കാർ വരുന്നത്. പടം എന്റർടൈനിങ് ആവുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അത് അഭിപ്രായം പടങ്ങൾ ഇറങ്ങുന്ന ആളുകൾക്ക് അഭിപ്രായം ഉണ്ടാവും. അതിന് തിയേറ്ററുകളിലേക്ക് അവരെ ആകർഷിക്കാൻ വേണ്ടി എന്തെങ്കിലും കൂടുതൽ പൊടിക്കൈകൾ നമ്മൾ വേണ്ടി വരുന്ന സമയമാണ്. കാരണം തിയേറ്ററുകളിലേക്ക് ആളുകൾ ഒട്ടും
അങ്ങ് വരാൻ ഒരുപാട് വിമുഖത കാണിക്കുന്നത്? എന്താണ് അതിൻ്റെ കാരണം? ഷൈൻ എന്താണ് അതിന്, എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? തിയേറ്റർ മാത്രമല്ലല്ലോ നാട്ടിലെ എന്റർടൈനിങ് ആയിട്ടുള്ള മേഖലകൾ. എല്ലാവരും കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ, ഈ മൊബൈലിൽ തലമെടുത്ത് നമുക്ക് എങ്ങനെ ഇവരെ തിരിച്ച് തിയേറ്ററിലോട്ട് കൊണ്ടുവരണമെങ്കിൽ എല്ലാവരും മൊബൈലൊക്കെ എടുത്ത് ഉപേക്ഷിക്കേണ്ടി വരും. അതിനാണ് ഈ മൊബൈൽ എടുത്ത് കളയുന്നത്. മൊബൈൽ എടുത്ത് കളയുന്നത് അതുകൊണ്ടാണ്. ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മൊബൈലല്ല. മൊബൈൽ പോയി കഴിഞ്ഞ ഒരാൾ നട്ടം തിരിയില്ല കിടന്നിട്ട്. പണ്ട് ഈ മൊബൈൽ ഇല്ലാതെ എല്ലാവരും ഈ ഭൂമി ചുറ്റി കണ്ടിരുന്നത്. പണ്ട് ഇപ്പോൾ ഒരാളുടെ മൊബൈലിൽ നിന്ന് അയാൾക്ക് തല ഉയർത്തി നോക്കി ഇവിടെ ഇരിക്കുകയായിരുന്നല്ലേ ഇന്ന് കണ്ട ഈ അടുത്തിരിക്കുന്ന ആളെ തന്നെ തിരിച്ചറിയാൻ സമയം എടുക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ തിരിച്ചറിയാറേ ഇല്ല. അങ്ങനെയുള്ളൊരു സമയത്ത് തിയേറ്ററിലേക്ക് അവരുടെ സമയത്തിന് സിനിമ കാണാൻ എത്തിക്കേണ്ടവരെ വളരെ വലിയൊരു ഹെർക്കുലിയൻ ടാസ്ക്കാണ്. അതുകൊണ്ടാണ് സിനിമ ആയതുകൊണ്ടാണ് ഇപ്പോഴും അത് അങ്ങനെ നിൽക്കുന്നത്. അതിനെങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു സ്പേസിൽ വലുതായി കാണുമ്പോഴാണ് അതിൻ്റെ രസം. അത് മൊബൈലിലും ടി വിയിലും കാണുമ്പോൾ സെക്കൻഡ് വാച്ചുകളും റിപ്പീറ്റ് വാച്ചുകളൊക്കെ രസകരമാവുള്ളൂ. ഈ കമൽ സാറിൻ്റെ പഴയ ഒരു മാജിക് ടച്ച് ഈ സിനിമയിൽ ഉണ്ടാവുമെന്ന് നമുക്ക് ഉറപ്പ് കൊടുക്കാൻ സാധിക്കും? മാജിക് ടച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ടച്ചാണെന്ന് നമുക്ക് വർക്ക് ചെയ്തപ്പോൾ മനസ്സിലായല്ലോ. മാജിക് സംഭവിക്കുന്നതല്ല, അത് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വിഷയം, അത് ചെയ്തെടുക്കുന്ന രീതി, പിന്നെ അത് ഇറക്കുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെയൊക്കെ കറക്റ്റായിട്ട് വരുമ്പോഴാണ് അതിൽ മാജിക്കല്ല, അത് പുറത്ത് നോക്കുമ്പോൾ മാജിക് ആണെങ്കിൽ അകത്ത് ഭയങ്കര ഇഷ്ടപ്പെടാം. എന്തായാലും ആ മാജിക്ക് ഇനിയും വർക്കാവട്ടെ, വിവേകാനന്ദൻ വൈറലാവട്ടെ. ഒപ്പം സിനിമയും രണ്ടുപേർക്കും എല്ലാവർക്കും, പ്രത്യേകിച്ച് ഷൈൻ. മാജിക് എന്ന് പറയുന്ന വാക്കില്ലേ ഭയങ്കര ഹാർഡ് വർക്കിംഗ് വേണ്ടതാണ്. മാജിക് കാണിക്കുന്ന ആളില്ലേ, മാജിക് അല്ലല്ലോ, അതിനുള്ള റിയാലിറ്റി ഉണ്ട്. അതിനുള്ള റിയാലിറ്റി ഉണ്ട്. എല്ലാ ദിവസവും നിരന്തരമായ പരിശ്രമമുണ്ട്, പരിശീലനമുണ്ട്. മാജിക് എന്ന് പറയുന്നത് പരിശ്രമം. അതെ, അപ്പൊ പരിശ്രമത്തിന്റെ ഫലം വിജയമാകട്ടെ. അങ്ങനെ നമുക്ക് പരിശ്രമത്തിന്റെ ഫലം വിജയമോ പരാജയമോ എന്നുള്ളതല്ല, പരിശ്രമം എന്നും തുടരട്ടെ. എന്തായാലും പരിശ്രമം തുടരട്ടെ. അപ്പം എന്തായാലും ഇരുവർക്കും വളരെ സന്തോഷം, നന്ദി അർപ്പിക്കുകയാണ്. നിങ്ങൾക്ക് അല്ല, അതുകൊണ്ടല്ല, നമ്മൾ എത്ര നേരം വേണം സംസാരിക്കണം ഒരാൾ. അതെ, നമ്മൾ സംസാരം ഉണ്ടാവാനാണ് പറയുന്നത്. അതെ, സംസാരം ഉണ്ടായി കഴിഞ്ഞാൽ അത് എത്രത്തോളം കൊണ്ടുപോകാന്നുള്ളത്. കാരണം എന്തായാലും എനിക്ക് ഈ കുറഞ്ഞ സമയത്തുണ്ടായ എക്സ്പീരിയൻസ് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള, വളരെ അതെ ഗംഭീരമായിട്ടുള്ള ഇതായിരുന്നു. എന്തായാലും എല്ലാവിധ ആശംസകളും നേരിയാണ്. 2024 ഗംഭീരമാവട്ടെ. താങ്ക് യു.